ചിത്രങ്ങളിലൂടെയും കഥ പറയാം. കുട്ടിക്കാലത്തിന്റെ, യൗവനത്തിന്റെ, സ്വത്വബോധത്തിന്റെയുമെല്ലാം കഥ. രണ്ട് സ്ത്രീകൾ അവരുടെ ബോധ്യത്തിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് ക്യാൻവാസിലേക്ക് പകർത്തിയ ചിത്രങ്ങൾ. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഞങ്ങളുടെ സ്ത്രീ എന്നൊരു സ്വത്വം, സ്ത്രീയും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, അതുപോലെ ഈ പേഴ്സണൽ ഹിസ്റ്ററീസ്, ഞങ്ങളുടെ ജീവിതത്തിലെ കുറേ സത്യങ്ങൾ, ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള സത്യങ്ങൾ, ഇവയെല്ലാം കൂടെ ഒരുമിച്ചാണ് ഈ വർക്ക് ക്യൂറേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു പ്രചോദനം ഉണ്ടായത് തന്നെ. ഇതെൻ്റെ ഡെബ്യൂ ഷോ ആണ്. റിസർച്ചിനിടയ്ക്ക് സ്ഥിരമായി പെയിൻറ്റിങ്ങുകൾ കാണുകയും പെയിൻറ്റിങ്ങുകളുമായിട്ട് നേരിട്ടും അല്ലാതെ സംവദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ എളുപ്പമായിരുന്നു എന്ന് വേണം പറയാൻ. അതിനായിട്ട് സമയം കൃത്യമായി മാറ്റി വയ്ക്കുന്നതല്ല, തനിയെ വന്നു പോയതാണ്. ഞാൻ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ വർക്ക് തുടങ്ങിയത്. പക്ഷെ ഞാനിപ്പോൾ എല്ലാം ഉപയോഗിക്കാറുണ്ട്. ഞാൻ അക്രിലിക്, ഗോൾഡ് ഫോയിൽ, അതുപോലെ ഞാൻ വൈറ്റ് സിമെൻറ്റ് വരെ ചില പെയിൻറ്റിങ്സിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പലതരം മീഡിയ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി, ഒരു സ്വാതന്ത്ര്യം കിട്ടും. അതിനുവേണ്ടി പലതരം, മാത്രമല്ല എക്സ്പെരിമെൻ്റലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തന്നെ ഒരു ഉള്ളിലുള്ള ഒരു സ്വാതന്ത്ര്യം ഇങ്ങനെ നമ്മൾ ഈ ചങ്ങല അഴിച്ചു വിടുന്ന പോലെ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. എൻ്റെ പെയിൻറ്റിങ്സ് ബേസിക്കലി ആക്രിലിക് തന്നെയാണ്. കൂടുതലും ഞാൻ ഇലസ്ട്രേറ്ററായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ബുക്സിന് വേണ്ടിയിട്ടൊക്കെ സ്കെച്ച് ചെയ്യായിരുന്നു പതിവ്. കുറച്ചുകൂടി കംഫർട്ടബിൾ മീഡിയം പൊതുവേ വാട്ടർ ആയിരുന്നു. അപ്പം ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ആക്രിലിക്. അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ വർഷം ചെയ്ത വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരിയും ചിത്രകാരിയുമായ ബബിത മെറീന ജസ്റ്റിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപികയാണ്. ഗവേഷകയും കലാനിരൂപകയുമാണ് അമലു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.